എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചാണക സംഘി സുഹൃത്തുക്കളെ, മീഡിയ വണ്ണിലെ ദാവൂദൻ ടീമും നമ്മൾ സംഘികളെ വീണ്ടും പുച്ഛനാൾട്ടിയാക്കിയ സുഹൃത്തുക്കളെ, വീണ്ടും പുച്ഛനാൾട്ടിയാക്കി. നമ്മൾ ചാണകങ്ങൾക്ക് വിവരമില്ല എന്ന് ചങ്ങായി മൈക്ക് കെട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ദാവൂദെ വീണ്ടും വീണ്ടും നമുക്ക് വിവരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന് അറിയാമല്ലോ നമ്മൾ ചാണകങ്ങൾക്ക് വിവരമില്ല എന്ന്. എന്നാലും ദാവൂദെ നീ നോക്കിക്കോ, നീ പറഞ്ഞതിനെയൊക്കെ ഈ ചാണക സംഘി, നമ്മൾ ചാണകങ്ങളുടെ അഭിമാനമായി ഈ ചാണക സംഘി നിന്നെ തകർത്ത് നീ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി തന്ന് നിന്നെ തകർക്കുന്ന മനോഹരമായ വീഡിയോ ഞാൻ എന്റെ ചാണക സംഖ്യക്ക് സമർപ്പിക്കുന്നു. വരൂ, നമോ ഭാഗം ചാണക സംഖ്യ സുഹൃത്തുക്കളെ, വരൂ. ഈ ഇറാനെതിരെ ഉള്ള ഈ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ സൈബർ സ്പേസിൽ ആഹ്ലാദ തിമർപ്പിലാണ് മിത്രങ്ങൾ. മിത്രങ്ങൾ എന്തിനാണ് ഇതിൽ ആഹ്ലാദിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നിനക്കറിയില്ലേ ദാവൂദെ, നമ്മൾ മിത്രങ്ങൾ എന്തിനാണ് ആഹ്ലാദിക്കുന്നതെന്ന്? നിനക്കറിയില്ല, നമുക്കും അറിയില്ല ദാവൂദെ, നമുക്കും അറിയില്ല. നമ്മളോട് നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി മൊയിലാളി പറഞ്ഞ് ആഘോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ. പിന്നെ നമ്മൾ ചാണകങ്ങൾക്കുള്ള ഒരു പ്രത്യേക സ്വഭാവം നിങ്ങൾക്കറിയില്ലേ ദാവൂദെ? മലയാളി എന്തിനെ അനുകൂലിക്കുന്നു അതിനെ നമ്മൾ എതിർക്കുക എന്നുള്ളത് നമ്മൾ ചാണകങ്ങളുടെ ഒരു സ്വഭാവമാണല്ലോ. മലയാളി എപ്പോ സങ്കടപ്പെടുന്നു അപ്പോൾ നമ്മൾ ചാണകങ്ങൾ ആഹ്ലാദിക്കും, സന്തോഷിക്കും. ഇനി നിങ്ങൾ BJP അനുകൂലിച്ചാൽ നമ്മൾ BJP എതിർക്കും, BJP തകർക്കും. നമ്മളെ ചാണകങ്ങൾക്ക് അത്രേ ബുദ്ധിയുള്ളൂ ദാവൂദെ. ദാവൂദിന്റെ അടുത്ത ജൽപ്പനങ്ങളിലേക്ക് നമുക്ക് കടക്കാം, വരൂ. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ടുള്ള ഒരു മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് ഇറാനിലൊരു തുറമുഖമുണ്ട്, ഷബഹാർ പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല ദാവൂദെ. നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അതിനെപ്പറ്റി ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. നമുക്ക് തെളിവുകളല്ല വേണ്ടത്. നമ്മൾ ചാണകങ്ങളുടെ തലയിൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കയറ്റിവിടുന്ന ചാണക വിവരങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടൂ. നിങ്ങൾ പറഞ്ഞ തെളിവുകൾ നമുക്ക് വേണ്ട. നമുക്ക് എന്തിനാണ് ഇറാന്റെ തുറമുഖം? നമ്മളുടെ മൈ ഫ്രണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ 5K തുറമുഖം ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കടായിട്ട് തരും. ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഒരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിൽ കടായിട്ട് എടുത്തോന്ന് പറയും. പിന്നെ സമയത്തിന് തുറമുഖം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ മൈ ഫ്രണ്ട് നമ്മളെ കാലും കൈയും മായും എല്ലാം കെട്ടിയിടും, നമ്മളെ ചങ്ങല കെട്ടിട്ട് നടത്തിപ്പിക്കും. അതെല്ലാം നമ്മൾ ചാണക സംഖ്യകൾ സഹിച്ചോളും. നിങ്ങൾ ഇന്ത്യക്കാർ സഹിക്കണ്ട, പക്ഷെ നമ്മൾ ചാണക സംഖ്യകൾ സഹിക്കും. അതുകൊണ്ട് നമ്മൾ ഇറാനെടുക്കുന്ന ഒരു തുറമുഖം വാങ്ങിയുള്ള പച്ചക്കള്ളം നിങ്ങൾ പറയാൻ പാടില്ല. പച്ചക്കള്ളങ്ങളും വിവരദോഷങ്ങളും പറയാൻ വേണ്ടി നമ്മളെ വിസർജനം TV ഉണ്ട്. അതിനെ തോപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടൊന്നും ആവൂല എന്റെ ദാവൂദെ, ആവൂല. അപ്പൊ അത്രയ്ക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ണറായിട്ടുള്ള, ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള, റഷ്യയിലേക്കൊക്കെയുള്ള കോറിഡോറായിട്ട്, ട്രേഡ് കോറിഡോറായിട്ട് ഇന്ത്യ കാണുന്നത് ഇറാനെയാണ്. കാരണം കണ്ട എന്ത് പൊട്ടത്തറ ഇവൻ പറയുന്നു. കോറിക്ക് ഡോറ് പോലും, കോറിക്കേടയുടെ ഡോറ്. നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ചെങ്കലിന്റെ കോറിയുണ്ട്. ആ കോറിയിലൊന്നും ഡോറൊന്നുമില്ല. പിന്നെന്താ ഡോറ് എന്നറിയാം? കോറിയിൽ കല്ല് കയറ്റാൻ പറ്റുന്ന ലോറിക്ക് ഡോറുണ്ടാവും. അതിന് ലോറി ഡോറ് എന്നാ പറയാ, കോറിഡോർ എന്നല്ല പൊട്ടൻ താവൂതെ. പിന്നെ നീ ഈ പറയുമ്പോൾ നമ്മൾ ലോറി എടുത്തിട്ട് ഇറാന് പോവാ. അതിന്റെ ഇറാൻ ലോറിന്റെ ഡോറും തുറന്നിട്ട് റഷ്യയിലേക്ക് ഒറ്റത്തുള്ളിലുള്ളൂ. അതിന്റെ ആവശ്യം എന്തിനാ പൊട്ടൻ താവൂതെ? നമുക്ക് ലോറി എടുത്തിട്ട് നേരെ റഷ്യ പോയപ്പോരെ. റഷ്യ എന്ന് ലോറിന്റെ ഡോറ് തുറന്നാൽ പാടും നമ്മൾ നേരെ റഷ്യയിലെത്തിയില്ലേ? എന്തെന്നാ മീഡിയ വണ്ണിലെ ദാവൂദ് ഈ പറയുന്നു? നിങ്ങൾ നമ്മൾ ചാണക സംഖ്യയും കാട്ടി വില്ല പൊട്ടന്മാരാകല്ലാട്ടാ. നമുക്ക് അടുത്തേലേക്ക് അടക്കാം. പാകിസ്ഥാനിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇറാനെ ആക്രമിച്ചതിൽ എന്തിനാണ് നമ്മുടെ മിത്രങ്ങൾ ഇങ്ങനെ ആഹ്ലാദിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എടാ, നിന്നോട് എത്തോടെ നമ്മൾ പറഞ്ഞു നമ്മൾ ചാണകങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നത്? മലയാളി എപ്പോഴെല്ലാം സന്തോഷിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ചാണകങ്ങൾക്ക് സങ്കടാവും. മലയാളി എപ്പോഴെല്ലാം സങ്കടപ്പെടുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ചാണകങ്ങൾ സന്തോഷിക്കും. നമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് പറയും സന്തോഷിച്ചോളി കുരിപ്പളയെന്ന്. അപ്പം തന്നെ നമ്മൾ ചാണകങ്ങൾ സന്തോഷിക്കും. അത്രയേ ഉള്ളൂ. നമുക്ക് ഇവന്റെ അടുത്ത നോട്ട്സിലേക്ക് അടക്കാം, വരി. ഇന്ത്യയുടെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവില്, ഇന്ത്യയുടെ ഒരു ദേശ താല്പര്യത്തിന്റെ ഫ്രെയിമിൽ ആലോചിച്ചാൽ ഇറാന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇറാൻ ദുർബലമാവുക എന്നുള്ളത് ഇന്ത്യക്കും പ്രശ്നമാണ്. പക്ഷെ മിത്രങ്ങൾ ആഹ്ലാദത്തിമർപ്പിലാണ്. ഷൂന്നക്കി മാപ്പ് പറഞ്ഞ് നടക്കുന്ന നമ്മളെ സംഖ്യയിലൂടെ നീ ദേശ താല്പര്യത്തെ കുറിച്ച് പറയുന്നു. നമുക്ക് ചാണകങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. നമുക്ക് മൊത്തം ഈ രാജ്യത്ത് മൊത്തം ചാണകം നിറച്ചിട്ട് എല്ലാവരുടെ തലയിലും ചാണകം നടക്കണം. നമ്മൾ ചാണകങ്ങളെ തലയിലുള്ള അതേ ക്വാളിറ്റി ചാണകം മറ്റുള്ളവരുടെയും തലയിൽ ഇങ്ങനെ നടക്കണം. ആ താല്പര്യം മാത്രമേ നമ്മൾ ചാണകങ്ങൾക്കുള്ളൂ. അപ്പൊ എന്നോട് ഞാൻ ഒരിക്കലും കൂടി പറയുന്നു, വിവരവും ബുദ്ധിയും മനസാക്ഷിയും മനുഷ്യത്വം ഉള്ള മലയാളികളെല്ലാം ഇറാനിയും പാലസ്തീനും സപ്പോർട്ട് ചെയ്യും. പക്ഷെ മനസ്സിൽ ചാണകവും വർഗീയതയും കുത്തിത്തിരിപ്പും പച്ചത്തീട്ടവും മാത്രമുള്ള നമ്മൾ ചാണകങ്ങൾ അതിനെ എതിർക്കും. ശക്തവും വ്യക്തിത്വമായിട്ട് എതിർക്കും. ഇത് മനസ്സിലാക്കിയ? അപ്പൊ ദാവൂദിനും മീഡിയ വണ്ണും ചാണക സംഖ്യക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.